സാമ്പത്തികമായി തകർന്ന് ഭക്ഷ്യജല ദൗർലഭ്യത്താൽ ജനം പ്രതിസന്ധിയിലായി നട്ടം തിരിയുമ്പോഴും ഭീകരപ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി പാകിസ്ഥാൻ ഭരണകൂടം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ വീണ്ടും പുനർനിർമ്മിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഇന്ത്യ നശിപ്പിച്ച തീവ്രവാദ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളും പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാര ഏജന്റായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് സർക്കാരിന്റെയും പൂർണ്ണ പിന്തുണയോടെ പാക് അധിനിവേശ കശ്മീരിലും സമീപ പ്രദേശങ്ങളിലും ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിബിഡ വനമേഖലയിലാണ് നിരീക്ഷണവും ആക്രമണങ്ങളും തടുക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക ഭീകര കേന്ദ്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മേയിൽ പാകിസ്ഥാനിലേക്കും പാക് അധീന കശ്മീരിലെയും ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയുടെ കേന്ദ്രങ്ങൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്തിരുന്നു. ലുനി, പുഡ്വാൾ, ഡിപ്പു പോസ്റ്റ്, ജമീൽ പോസ്റ്റ്, ഉമ്രാൻ വാലി, ഛപ്രാർ ഫോർവേഡ്, ഛോട്ടാ ചക്, ജംഗ്ലോര എന്നിവിടങ്ങളിലെ ഭീകര പരിശീലന ക്യാമ്പുകളാണ് പുനർനിർമ്മിക്കുന്നത്. തെർമൽ, റഡാർ, ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിൽ പെടാത്ത തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ ക്യാമ്പുകളുടെ നിർമ്മാണമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം കെൽ, സർദി, അഥുർമ, ജുര, ലിബ, പജിബാൻ, കഹുദ, കോട്ലി, ഘുരിയാട്ട, മദ്ധർ, നിഖായിൽ, ചമൻകോട്ട്, ജാൻകോട്ട് എന്നിവിടങ്ങളിലും ഭീകരരുടെ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഉപഗ്രഹ ഡ്രോൺ നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിൽ ബുദ്ധിമുട്ടേറിയതും നിബിഡ വനങ്ങളുമുള്ളതായ പ്രദേശങ്ങളാണിവ. നേരത്തെ വലിയ പരിശീലന ക്യാമ്പുകളെ ചെറു ക്യാമ്പുകളാക്കി പുനർനിർമ്മിക്കാനാണ് ISIയുടെ പദ്ധതിയെന്നാണ് വിവരം. 200-ൽ താഴെ മാത്രം ഭീകരരെ ഉൾക്കൊള്ളുന്ന തരത്തിലാകും ക്യാമ്പുകളുടെ പുനർനിർമ്മാണം. ഇന്ത്യയിൽ നിന്ന് ആക്രമണമുണ്ടായാൽ ഒട്ടേറെ ഭീകരരെ ഒന്നിച്ച് നഷ്ടമാകുന്നത് ഒഴിവാക്കാനാണിത്. നിരീക്ഷണത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി നിയന്ത്രണ രേഖയിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ ചെറുതും ഹൈടെക് രീതിയിലുമുള്ള ഭീകര കേന്ദ്രങ്ങളുടെ ഒരു നിര തന്നെയാണ് നിർമ്മിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നശിപ്പിച്ചതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ നീക്കം. എന്തായാലും ദുർഘടമായ ഭൂപ്രകൃതിയും ഇടതൂർന്ന സസ്യജാലങ്ങളുമുള്ള പ്രദേശത്താണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. ഇത് ഒരു പരിധിവരെ ഡ്രോണുകളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ സാധിക്കുന്നു. ഇക്കാരണം കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തതിനും കാരണം. വലിയ പരിശീലന ക്യാമ്പുകളെ ചെറിയ സംഘങ്ങളാക്കി വിഭജിച്ചുകൊണ്ടാണ് ISI തങ്ങളുടെ തീവ്രവാദ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഈ പ്രദേശത്തെയും പ്രവർത്തനം. ഓരോന്നിലും ഒരേ സമയം 200-ൽ താഴെ തീവ്രവാദികളെ മാത്രമേ പാർപ്പിക്കാൻ സാധിക്കൂ. ഇന്ത്യൻ വ്യോമാക്രമണം ഉണ്ടായാൽ ഒരു സ്ഥലത്ത് വലിയ തോതിൽ തീവ്രവാദികൾ തമ്പടിക്കുന്നത് ഒഴിവാക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കം. ഈ മിനി ക്യാമ്പുകളിൽ ഓരോന്നിനും പ്രത്യേക സുരക്ഷയുണ്ട്. പാകിസ്ഥാൻ ആർമി യൂണിറ്റിൽ നിന്നുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഗാർഡുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. തെർമൽ സെൻസറുകൾ, ലോ ഫ്രീക്വൻസി റഡാർ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ നൂതന നിരീക്ഷണ ഉപകരണങ്ങൾ ഇവിടെയുണ്ടാകും. അടുത്തിടെ ബഹാവൽപൂരിൽ ജെയ്ഷെ, ലഷ്കർ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, TRF എന്നിവയുടെ മുതിർന്ന കമാൻഡർമാരും ISI ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നുള്ള നടക്കാൻ ഇടയാകുമായിരുന്ന ഒരു ഉന്നതതല യോഗം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തടഞ്ഞിരുന്നു. ആശയവിനിമയ സംവിധാനങ്ങൾ നശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കം തടഞ്ഞത്.